പ്രായത്തിൽ തന്നെ ഒരു ആക്സിഡന്റ് ചെയ്തു ഒരു മാനസാന്തരപ്പെടാൻ പോലും അവസരമില്ലാതെ അവൾ ഇന്ന് ഈ പാതാളം എന്ന നരകത്തിൽ എത്തിപ്പെട്ടു എന്ന് കർത്താവിനോട് പറഞ്ഞു. യേശുവെ, ഞാൻ ചോദിച്ചു, അപ്പ അവൾ നിന്നെ അറിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, അറിഞ്ഞിട്ട് നീ ഒന്നിലെങ്കിലും തെറ്റിയാൽ, പിശാച് നിന്റെ ജീവിതത്തിൽ പിടിച്ചാൽ നീ എന്നീ അവസ്ഥയിൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അറിഞ്ഞ നമ്മൾ ചുമ്മാ അറിഞ്ഞു കേട്ടു ഒരു നല്ല ശ്രോതാക്കളാണ് പലപ്പോഴും നമ്മൾ. എന്നാൽ നല്ല ശ്രോതാക്കളെക്കാൾ ഉപരി ഓരോ ദിവസവും ആ യേശുവിന് വേണ്ടി കൊടുക്കണം. ആ യേശുവാണ് മുന്തിരിവള്ളിയോട് ചേർന്ന് ഒരു ഫലം കായ്ക്കണമെന്ന് എനിക്ക് നിശ്ചയമായി വാസ്തവമായി ആ സമയത്താണ് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത്. അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുന്നവനേറെ അടികൊള്ളും. തീർച്ചയായിട്ടും അറിഞ്ഞിട്ട് അത് വീണ്ടും ആ തെറ്റിലേക്ക് പോയ ശിക്ഷ അവിടെ ഇരട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് മോൾ എന്താ കണ്ടത്? ഇനി അനേക കാര്യങ്ങൾ, അനേക അസ്ഥിഭഞ്ജങ്ങളോട് കർത്താവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്നാൽ അതൊക്കെ എന്റെ സമയപരിധി മൂലം ഞാൻ അതൊക്കെ പറയുന്നില്ല. എന്നാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി കണ്ടത് 10 തരം വിവിധ തരം പിശാചിന്റെ ദുരാത്മാക്കളെ ഞാൻ കണ്ടു. ഈ ഭൂമിയിൽ അവർ വന്ന് അവരുടെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്നും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ മനുഷ്യനെ തെറ്റിച്ച് ഈ പാപത്തിലേക്ക് അടിമപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നും കർത്താവിനെ കാണിക്കാനിടയും. ആദ്യമായിട്ട് അറിയണമോ, ആദ്യമായിട്ട് കൊണ്ട് കാണിച്ച കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഈ 10 സ്പിരിറ്റ് ഞാൻ ഒരുമിച്ച് അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഓരോ സ്പിരിറ്റിനെയും ഓരോരോ ദിവസങ്ങളായിട്ട് കാണിക്കുകയും അത് കഴിഞ്ഞ് പ്രാർത്ഥിപ്പിക്കുകയും വീണ്ടും എന്നെ ഉപവസിച്ചിരിക്കുകയും എന്റെ ആത്മാവിൽ അതുപോലെ പീഡനം എനിക്ക് ആ സമയത്തൊക്കെ ലഭിച്ചു. അതൊക്കെ ഞാൻ പറയാൻ ഞാൻ ഈ 10 സ്പിരിറ്റ് ആദ്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ആത്മാവ്, പിശാചിന്റെ ദുരാത്മാവ്, പുകവലി ആസക്തി ഉളവാക്കുന്ന ദുരാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അനേക പുകവലി ആസക്തി ഉളവാക്കുന്ന ദുരാത്മാവിനെ പിശാച് നിർമ്മിച്ചിട്ടുണ്ട്. പിശാചാൽ നിർമ്മിതമായ അവ ഒക്കെ ഈ ഭൂമി ജനത്തിനിടയിൽ ചെന്ന് എങ്ങനെ പുക വലിക്കണം, നീ വലിക്കണം, നീ ഇതിനടിമയാകണം, നീ മയക്കുമരുന്ന് ഉപയോഗിക്കണം, നീ ഇന്ന ലഹരി പാനീയം ഉപയോഗിക്കണം എന്ന് നിർബന്ധിത പ്രേരണയിട്ട് ആസക്തി ഉളവാക്കുന്നു. അതിന്റെ നിർബന്ധിത പ്രേരണ മൂലം ഈ മനുഷ്യൻ ഇവയ്ക്ക് അടിമയാകുന്നു. ഇന്ന് പുരുഷനും സ്ത്രീയും ഒരുപോലെ ഈ ദുരാത്മാവിന് അടിമയാകുന്നു. 2, അനാസക്തി ഉളവാകുന്ന ദുരാത്മാവിനെ കർത്താവിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി. നോക്കുന്ന നിമിഷം ഈ ആത്മാവ് മദ്യപാനത്തിന് അടിമകളാക്കുന്നു. ഈ ലോകത്ത് അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല. അനേക ആളുകൾ എന്നെ ഫോണിൽ കൂടെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കണമേ, ഹസ്ബൻഡ് മദ്യപാനിയ, അല്ലെങ്കിൽ അനേക കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഞാൻ ഓർക്കുക, കർത്താവെ, ഇതൊക്കെ അവരല്ല, ഒരു ദുരാത്മാവിന്റെ പ്രേരണ മൂലമാണ് അവരിത് ചെയ്യുന്നത്. എന്നാൽ മദ്യപിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഈ മദ്യപാനത്തിന് മാത്രമാണ് നിൽക്കുന്നില്ല, അവൻ വ്യഭിചാരത്തിലും അടിമയാകുന്നു, അനേക പാപങ്ങളിൽ അവൻ അടിമകളാകുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ പറയാൻ തുടങ്ങിയ വെറും സ്പിരിറ്റ് മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പോയി. എന്നാൽ ഓരോ സ്പിരിറ്റിലെ ആൾക്കാരെ അവൻ കൊണ്ടിരുന്ന ആത്മാവ്, പുകവലിക്കുന്ന ആത്മാവ് മരിക്കുമ്പോൾ, പുകവലിക്ക് അടിമപ്പെട്ട മരിക്കുന്ന ആത്മാവിനെ പാതാളം എന്ന നരകത്തിൽ അവിടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ, മദ്യപാനിയായിട്ടുള്ള ആത്മാവ് നരകത്തിൽ ചെല്ലുമ്പോൾ ആ ആത്മാവ് ദുരാത്മാവാണ് ഇവരെ മദ്യപാനികളെ അവിടോട്ട് കൊണ്ടുവരുന്നത്, പ്രഭുവിന് കാഴ്ചവെക്കുന്നത്, സത്താന് കാഴ്ചവെക്കുന്നത്. അവിടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ. അങ്ങനെ പറയാൻ തുടങ്ങിയ ഈ പ്രഭു ഈ ഓരോ ദുരാത്മാക്കളെ ലോകത്തിലേക്ക് അയക്കുന്നു. അവരുടെ ജീവിതങ്ങളെ ആ നിലയിൽ ആകർഷിച്ച് അവസാനം അവിടെ കൊണ്ട് കാഴ്ചവെക്കുന്നു. തീർച്ചയായിട്ടും അത് പറയാൻ തുടങ്ങിയ 1, പുകവലി ആസക്തി ഉളാകുന്ന ദുരാത്മാക്കൾ, മദ്യപാനാസക്തി ഉളാകുന്ന ദുരാത്മാക്കൾ, 3, വ്യഭിചാരത്തിന്റെ ദുരാത്മാക്കൾ, 4, കൊലപാതകത്തിന്റെ ദുരാത്മാക്കൾ, മോഷണത്തിന്റെ ദുരാത്മാക്കൾ, അസൂയയുടെ ദുരാത്മാക്കൾ, കോപത്തിന്റെ ദുരാത്മാക്കൾ. ഈ കൂട്ടത്തിലുണ്ട് കോപവും അസൂയയും ഒക്കെ, അല്ലേ? എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ 8ാമതായി വിഗ്രഹാരാധന പ്രേരണ ഉളവാക്കുന്ന ദുരാത്മാക്കൾ, 9ാമതായി അസൂയയുടെ ദുരാത്മാ. അങ്ങനെ 10 തരം സ്പിരിറ്റ് ഇനി ഈ ലോകത്ത് ഉണ്ട് എന്നുള്ള കർത്താവിനെ കാണിച്ചു വന്നു. ഈ ദുരാത്മാക്കളെല്ലാം തന്നെ വിവിധ തരം ഈ ദുരാത്മാക്കളെല്ലാം തന്നെ നിർബന്ധിതമായി അവരെ ഇതിന് അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ആത്മഹത്യ അതൊരു ദുരാത്മാവല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ 10ാമത് ഞാൻ പറയാൻ വിട്ടുപോയി. ആത്മഹത്യയുടെ ദുരാത്മാക്കളുണ്ട്. ഇവയെല്ലാം തന്നെ ഓരോ ദുരാത്മാക്കൾ, അതുപോലെ അസത്യത്തിന്റെ അങ്ങനെയാണ് 10 ദുരാത്മാക്കളാകുന്നത്. അപ്പൊ അസത്യം, ആത്മഹത്യ, മോഷണം,
കൊലപാതകം, വ്യഭിചാരം, വിഗ്രഹാരാധന, അതുപോലെ തന്നെ പുകവലി, മദ്യപാനം, ആത്മഹത്യ, അതുപോലെ തന്നെ ലാസ്റ്റ് അസൂയയുടെ ദുരാത്മാക്കൾ. അപ്പം ദൈവമക്കളില് മേൽപ്പറഞ്ഞ പലതും ഇല്ലെങ്കിലും കോപത്തിന്റെയും അസൂയയുടെയും അസത്യത്തിന്റെയും ഒക്കെ ദുരാത്മാക്കൾ ദൈവജനത്തിന്റെ ഇടയിലും കിടക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ എല്ലാം ഉണ്ട്. കൊലപാതകത്തിന്റെ ഉണ്ട്. നമ്മൾ വിചാരിക്കത്തില്ല, സഹോദരനെ പകയ്ക്കുന്നവൻ അവനെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് വചനം പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇനി ദൈവ മക്കളുടെ ഇടയിൽ ഉണ്ട്. ഇതൊക്കെ ഈ പിശാചിന്റെ പ്രവർത്തനമാണ് കർത്താവിനെ കൊണ്ട് കാണിക്കേണ്ടത്. ഈ 10 തരം സ്പിരിറ്റ് മാത്രമേ ഞാൻ നരകത്തിലെ പറഞ്ഞുള്ളൂ. എന്നാൽ ആ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് സമയം, ഈ സമയം ഒന്നും അതിനാവത്തില്ല. കാരണം അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ഓരോ കാര്യങ്ങൾ കർത്താവിന്റെ ആത്മാവിനെ കൊണ്ട് കാണിച്ചു. എനിക്ക് അന്നുണ്ടായ പീഡനം എനിക്കറിയാമല്ലോ, അതുപോലെ ഇത് റിയലാണ്. ഈ പാതാളം എന്ന നരകം അത് തികച്ചും റിയലാണെന്ന് കർത്താവിനെ കൊണ്ട്. എന്തെല്ലാം പീഡനങ്ങളാണ് നമ്മൾ കണ്ടത്? തീർച്ചയായിട്ടും അവിടെ കണ്ടൊരു കാര്യം, മദ്യപിക്കുന്ന ആൾക്കാർ, ശരിക്കും മദ്യപാനികളെ മുക്കിക്കൊല്ലുന്ന ഒരു വലിയ ടാങ് നരകത്തിലുണ്ട്. നമ്മളൊക്കെ ഒരു നിസ്സാരമാണ്. എന്നാൽ അതിന്റെ ഭീകര അന്തരീക്ഷം എന്താണെന്ന് ചോദിച്ചാൽ അവരെയാം ആസ്തി പഞ്ചായത്ത് അവിടെ മുക്കിക്കൊല്ലുന്നു. ഒരു നിമിഷം ഇവർ ജീവിക്കുന്നു, വീണ്ടും മുക്കിക്കൊല്ലുന്നു, ജീവിക്കുന്നു. ഞാൻ ഈ പറയുന്നത് എത്ര സിമ്പിൾ ആയിട്ടാ. എന്നാൽ അത് കാണുന്നൊരു മനുഷ്യൻ യേശുവേ ഒരിക്കൽ പോലും വിളിക്കാതിരിക്കത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു ആത്മാവിനെ ഇവിടെ കണ്ടുമുട്ടി. ആത്മാവ് നിർബന്ധിതമായി പിശാചിന്റെ പ്രേരണയെ പുകവലിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ പുകവലിച്ചുകൊണ്ടേയിരിക്കുന്ന ഇത് കാണുമ്പോൾ കർത്താവ് ഇതെന്താ, നരകത്തിലും പുകവലി ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. യേശു എന്നോട് ഇപ്രകാരമാണ്, കുഞ്ഞെ ഭൂമിയിലായിരുന്നപ്പോൾ ഇദ്ദേഹം ഒരു വൈദികനായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. കർത്താവേ, വൈദികൻ നരകത്തിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. യേശു എന്നോട് പറഞ്ഞു, കുഞ്ഞെ നല്ലൊരു വ്യക്തിയാണ്, എന്നാൽ പിശാചിനാൽ പിടിക്കപ്പെട്ട് അദ്ദേഹം പള്ളികളിൽ പോയി ഒരു സമയത്ത് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും സത്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്ന അതേ വായും കൊണ്ട് സഭായോഗം കഴിയുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പുകവലിക്കുക, പിശാചിനെ വിളിച്ച് അടിമയാക്കുന്നു. അതോടൊപ്പം പുകവലിക്കുന്ന അദ്ദേഹം ഒരിക്കലും ഇതിന് നിന്നിരുന്നില്ല. അദ്ദേഹം വ്യഭിചാരത്തിനും അടിമയായി, അദ്ദേഹം മദ്യപാനത്തിനും അടിമയായി. അങ്ങനെ മാറി മാറി പാപത്താൽ പിടിക്കപ്പെട്ട് അദ്ദേഹം ഇന്ന് ആരെയും ശിക്ഷയ്ക്ക് യോഗ്യന്. ഇപ്പൊ ഞാൻ ഓർത്ത്, കർത്താവ് നല്ല ഇടയൻ തന്നെ ആടുകളെ മേയ്ക്കുന്നു, ഒരു നല്ല ഇടയൻ ആടുകളെ മേയ്ക്കുന്നു, നല്ല ഇടത്തേക്ക് മേയ്ക്കുന്ന ഇടയൻ. ആ ഒരു രീതിയിൽ ദുശ്ചിന്ത വന്നാൽ പിശാച് എത്രമാത്രം ഇന്ന് ലോകത്തിൽ കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉള്ള സത്യം യേശുവിനെ മനസ്സിലാക്കി തരുവാനായിട്ട്. കാരണം എനിക്ക് മനസ്സിലായി, കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, കർത്താവിനോട് ചോദിച്ചു, അപ്പ എന്തുകൊണ്ടാണ് ഇത് നിർത്താതെ? പുക വലിച്ചുകൊണ്ടിരുന്ന ഈ വൈദികന്റെ ഈ അസ്ഥിഭഞ്ജനം ഒരു നിമിഷം എരിഞ്ഞുകൊണ്ടിരിക്കും. എരിഞ്ഞെഴുതി ഒരു കൂമ്പാരം ചാരമായി മാറുന്നു. ഈ ചാരം വീണ്ടും എഴുന്നേറ്റ് അസ്ഥിഭഞ്ജനമായി മാറും. ഇത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, രാപ്പകലില്ലാത്ത ദണ്ഡനം അവിടെ നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞി ഇതിന്റെ അർത്ഥം ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇതാണ് നിത്യമരണം. ഇതുപോലെ ഓരോ പാപങ്ങൾക്കും ശിക്ഷയാണ്. തീർച്ചയായിട്ടും ഓരോ പാപങ്ങൾക്കും ശിക്ഷയാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, എലിയുടേതുപോലെ തോന്നിക്കുന്ന അനേകം ദുരാത്മാക്കളെ പിശാച് അഴിച്ചുവിടുന്നു. എലിയാണ്, പക്ഷെ എലിയല്ല എന്ന് അതുപോലത്തെ ജീവികൾ ഇന്ന് പാതാളമെന്ന നരകത്തിലുണ്ട്. അവർക്ക് ആത്മശരീരത്തെ കടിച്ചു കീറി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തെല്ലാം ജീവികളെ നമ്മളിവിടെ കണ്ടു? എലിയെക്കൂട്ടം പോലുള്ള ജീവികൾ. അടുത്തതായിട്ട് 10 കേജ് 10 ഗുഹകൾ നരകത്തിൽ ഞാൻ കണ്ടു. അത് ഞാനിപ്പോ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ ഈ കാര്യങ്ങൾ അനേക ദിവസം എടുത്ത് കർത്താവിനെ കൊണ്ട് കാണിച്ചാൽ എലിക്കൂട്ടം പോലെ എലിയുടേതായിട്ടുള്ള കൂട്ടങ്ങൾ, അതുപോലെ തന്നെ വവ്വാലുകളുടെ കൂട്ടം ഞാൻ കണ്ടു. എന്നാൽ യഥാർത്ഥ വവ്വാലുകളല്ല. ഇവയൊക്കെ ആത്മാവിനെ അങ്ങോട്ട് പൈശാചിക രൂപം, പിശാചിന്റെ സേവകർ, ആ സേവകരുടെയൊക്കെ രൂപം വർണ്ണിച്ചാൽ എനിക്ക് പറയാൻ മേല. അതുപോലെ വലിപ്പം ഉണ്ടായിരുന്നു മോളെ, അതിന്റെയൊക്കെ വലിപ്പം ആകാശമുട്ട വളർന്നിരിക്കുന്നു. അതിന്റെ ഓരോ രൂപം, ചിലത് 9 അടി 10 അടിയോളം, 12 അടി 14 അടി ഇവാർന്നു. എത്രത്തോളം ഓരോന്ന് പലരി. അവൻ ഏറ്റവും ചെറുതിനെ ഞാൻ കണ്ടു. ചെറുതാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുട്ടി പിശാചുക്കളാണല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് അത് ചെറുതാണെങ്കിലും അതിന്റെ പ്രവർത്തനം വലുതാണെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ടു. ആ ചിലതിന്റെ വാലിങ്ങനെ ഈ കുന്തത്തിന്റെ എഡ്ജ് പോലുള്ള വാലുകൾ കണ്ടു. അത് വെച്ച് ഒരു അടി കിട്ടിയാൽ അവർ മനുഷ്യരായിട്ടുള്ളവർ
അവർ പിന്നെ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ പിശാചങ്ങ് നിർമ്മിച്ചുകൊണ്ടിരിക്കുക അടിമകളാക്കുവാൻ മനുഷ്യര്. അങ്ങനെ കണ്ടു. അതുപോലെ വവ്വാലുകളുടെ കൂട്ടം, പാമ്പുകളുടെ കൂട്ടം. ഈ പാമ്പുകളൊക്കെ ആദ്യം ആ മുറിയിലൊന്നും അന്ധകാരമല്ലാതെ ഒന്നുമില്ല. എന്നാൽ ഒരു നിമിഷം കൊണ്ട് അവിടെ അസ്ഥിപഞ്ചത്തെ ആത്മാക്കളെ കൊണ്ടങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. കാരണം അതുപോലെ ഒരു ദിവസം നരകത്തിൽ ചെല്ലുന്ന ആത്മാക്കളുടെ എണ്ണം കൊണ്ട് കണക്കില്ലാതെ കൊണ്ട് എറിഞ്ഞു കൊടുക്കുമ്പോൾ ഈ പാമ്പുകൾ കൂട്ടത്തോടെ വന്ന് പൊതിയുന്നു. പാമ്പുകളുടെ 8 അടി 10 അടി പാമ്പുകളുടെ നീളം എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഈ പഴുതാര പോലുള്ള ക്ഷുദ്രജീവികൾ, നമുക്കൊക്കെ അതിനെ കാണുമ്പോഴേ അറപ്പ്. ഒരു 8 കാലം കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചോടുന്നവരാ. എന്നാൽ ആ ഒരു പിശാച്, ആ ഒരു KG പോകുന്ന പിശാചിന്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ശരീരത്തോടെല്ലാം ഈ ക്ഷുദ്രജീവികൾ എഴഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ ഞാൻ അറപ്പുളവാക്കി. ഈ പുഴുക്കളെല്ലാം അരിച്ചരിച്ച ഒരു പ്രശ്നവുമില്ല പിശാചിന്. ഇങ്ങനെ വൃത്തിഹീനമായ ശരീരം, നാറ്റമമിക്കുന്ന ഒരു ശരീരമായിരുന്നു അവയുടെ. ആ പുഴുക്കളെല്ലാം അരിച്ചിറങ്ങി ഈ പഴുതാര അതുപോലെ ക്ഷുദ്രജീവികൾ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയിട്ട് ഇവരും ലാഘവത്തോടെ ചെറിയ എന്നാൽ നമ്മളൊക്കെയാണെങ്കിൽ ചെറിയൊരു ഈച്ച നമ്മുടെ ശരീരത്തിൽ വന്ന് കുത്തി നമ്മൾ തട്ടിക്കളി. എന്നാൽ അതൊന്നും ഒരു പ്രശ്നമില്ല, അതൊക്കെ എന്റെ കൂടെ ഉള്ളതാണെന്നുള്ള രീതിയിൽ അതിങ്ങനെ നീ എറിഞ്ഞങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഈ തേളും പഴുതാരി അട്ടയെല്ലാം ചേർന്ന് ഇതിനെ കടിച്ച് വലിച്ച് ഇതിനെ കാണുന്ന നിന്നുകൊണ്ടിരിക്കും. അതൊന്നല്ല രണ്ടല്ല, ആന്റി പറഞ്ഞ പോലെ നിർത്തലില്ല. അതുപോലെ മുതല എന്ന ജീവിയുടെ പോലെ തോന്നിക്കുന്ന, എന്നാൽ ആക്ച്വൽ മുതലയല്ല പോലെ തോന്നിക്കുന്ന നീണ്ട കൂർത്ത വക്രമുള്ള മുഖമുള്ള ഒരു ജീവിയെ ഞാൻ അവിടെ കണ്ടു. അവയ്ക്ക് അസ്ഥിപഞ്ജരം വലിച്ച് താഴ്ത്തുവാണ് അവിടെ. ആ സമയത്ത് കൊടുക്കുന്ന ശിക്ഷ ഞാൻ കണ്ടപ്പോൾ വളരെയധികം പേടിച്ചു. കർത്താവേ, ഒരു നിമിഷം എന്റെ യേശുവിനെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഒരു നിമിഷം തന്റെ പാപപ്രവൃത്തി മനസ്സിലാക്കി യേശുവിനെ വിളിച്ചെങ്കിൽ, അവൻ തന്റെ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു യേശു നമ്മുടെ മധ്യ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. കുഞ്ഞൻ, നിനക്ക് മനസ്സിലായല്ലോ, നരകത്തിൽ ഇതെല്ലാം പാതാളമെന്ന നരകത്തിൽ പിശാച് അവൻ വിളിക്കുന്ന മനുഷ്യർ, അവനാൽ പിടിക്കപ്പെടുന്ന മനുഷ്യർക്ക് ഇതൊക്കെ അവിടെ ശിക്ഷയുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, സ്വർഗമല്ല നരകം, ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഞാൻ നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് നിത്യജീവിലേക്കും വിളിക്കുമ്പോൾ ഇത് നിത്യമരണമാണ്. അവിടേക്ക് നിങ്ങൾ പോകരുത്. ഒരിക്കൽ അവിടെ എത്തിപ്പെട്ടാൽ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ വലിയ പാപപരിഹാരത്തിന് മെഴുകുതിരി കത്തിച്ചാലോ അല്ലെങ്കിൽ നേർച്ചയിട്ടാലോ കർത്താവ് പറയുന്നു, ഞാൻ വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്, എനിക്ക് നിങ്ങളുടെ മെഴുകുതിരി വേണ്ട. ഞാൻ സമൃദ്ധിയിൽ വസിക്കുന്ന ദൈവമാണ്, എനിക്ക് നിങ്ങളുടെ 1 രൂപയുടെ നേർച്ച പോലും വേണ്ട. അവൻ സമൃദ്ധിയിൽ വസിക്കുന്ന ദൈവമായതുകൊണ്ടാണ് അവൻ നമുക്കെല്ലാം തരുന്ന കർത്താവ്. മോൾ അവിടെ കണ്ടതിൽ ദൈവമക്കളായിട്ടുള്ളവരെ വല്ലതും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് ഞാൻ തുറന്ന് പറയട്ടെ, അത് എനിക്ക് വളരെ വിഷമമുണ്ട് അത് പറയുവാനായിട്ട്. കാരണം ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ ആൾക്കാർ ഞാൻ പേരൊന്നും എടുത്ത് പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ എന്നാൽ ദൈവം ഹൃദയം അറിയും. അത് മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവമെല്ലാം കാണുന്നു. നമ്മൾ എന്ത് പാപം ചെയ്താലും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നും ഇരിക്കുന്നു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിൽ സകലരും കാണുന്നു. നാം വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ ദൈവത്തിൽ പോയി എത്താൻ കഴിയൂ. തീർച്ചയായിട്ടും. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, തികച്ചും സത്യമായ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ശാരൻ നമ്മളോട് പങ്കുവച്ചത്. തന്റെ ആത്മാവ് കർത്താവിനോടൊപ്പം നരകവും പോയി സന്ദർശിക്കാൻ ഇടയായിത്തീർന്നു. നിശിസോറിയ സ്വർഗം യാഥാർത്ഥ്യമെന്ന് പറഞ്ഞതുപോലെ നരകവും യാഥാർത്ഥ്യമാണ്. അത് 70 80 വർഷമല്ല, കോടി യുഗങ്ങളാണ്. അവിടെ പോയി എത്തിപ്പെട്ടാൽ പിന്നെ നമുക്കൊരിക്കലും അവിടെ നിന്ന് രക്ഷയില്ല. എനിക്ക് നിങ്ങളോട് വളരെ താണപേക്ഷിക്കാനുള്ളത്, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് വരെ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിശ്ചയമായി നിങ്ങൾ ഒരു വാക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. യേശുവേ, നീ എന്നെ നിന്റെ പൈതലാക്കണമേ. പുത്രനായ യേശുവിന്റെ രക്തം
സകല പാപത്തെയും പൊക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ആ രക്തത്താൽ കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവേ നിന്റെ പൈതലാക്കി മാറ്റണമേ. ആ സ്വർഗരാജ്യത്തിന് എന്നെ അവകാശിയാക്കി മാറ്റണമേ എന്ന് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുമോ നിശ്ചയമായി യേശു നിങ്ങളെ സമീപേ നിൽക്കുന്നു. നിങ്ങൾ ആ നിത്യനരകത്തിൽ പോയി അവസാനിക്കേണ്ട ആവശ്യമില്ല. കോടാനുകോടി യുഗങ്ങൾ നിങ്ങൾ അവിടെ നരകയാതന അനുഭവിക്കേണ്ട ആവശ്യമില്ല. മറിച്ച സ്വർഗീയ സൗഭാഗ്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നെ കൂടല്ലാതെ ആരും പിതാവിനെ ചെല്ലുന്നില്ല. യേശു